ഇവർ രണ്ടുപേരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് ഇവനെ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇവൻ അനക്കമില്ലാതെ കിടക്കുന്നുണ്ട്. അനക്കമില്ലാതെ കിടക്കുന്നത് കാണുമ്പോൾ ഇവൻ പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. എന്നിട്ട് അവനെ നോക്കുന്നുണ്ട്, അവനെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവനെങ്ങനെ തിരിച്ച് കിടത്തുമ്പോൾ ആണ് അറിയുന്നത് അവന് ബോധമില്ലാതെ ഫെയിൻ്റായിട്ടാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം. അവൻ പെട്ടെന്ന് പാനിക്കാവുന്നുണ്ട്. എന്നിട്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് അവനെ നോക്കുന്നുണ്ട്, അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അതിനുശേഷം ഫോൺ എടുത്ത് ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഇഞ്ചക്ഷൻ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എന്നിട്ട് അവന് ബോധം വന്നില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ മെഡിസിനൊക്കെ എടുത്തിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷനൊക്കെ കൊടുത്തതിന് ശേഷവും അവന് ബോധമൊന്നും വരുന്നില്ലായിരുന്നു. ഇവൻ കുറേ നേരമായിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബോധം വരാനായിട്ട്. പക്ഷേ അവന് ബോധം തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഡോക്ടർ പറയുന്നത് ഇവൻ്റെ ബോഡി വളരെ വീക്കാണ്, കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവന് ഫുൾ ടൈമും അവൻ്റെ കൂടെ ഇരുന്ന് തന്നെ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവന് ബോധമൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇവൻ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഇവൻ പറയാണ്, നിൻ്റെ ബോഡി വളരെ വീക്കാണ്, അതുകൊണ്ട് നിനക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമൊക്കെ ഇവൻ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഈ ഡ്രാമയുടെ ഒരുപാട് സീൻസ് ഞാൻ ഓരോ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.